ദേവസ്വം ബോർഡിലെ ഇടത് സംഘടനയുടെ ഓഫീസ് നിർമ്മാണം അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസ് അടക്കം മന്ത്രി മന്ദിരങ്ങളുടെ അടുത്താണ് ഓഫീസ് നിർമ്മിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്ര രൂപ നൽകിയെന്ന് എസ്.ഐ.ടി അന്വേഷിക്കണമെന്നും ബി.ജെ.പി. മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റണം. മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിന്റെ സ്റ്റാഫ് അംഗങ്ങളെ തന്നെയാണ് ജയകുമാറിനും നൽകിയതെന്നും എൻ ഹരി ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും ഒക്കെ മൂക്കിൻ്റെ തുമ്പിൽ ആ സ്ഥലം വാങ്ങിയത് കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത്. കെട്ടിടവും പണിതു. ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ബഹുമാന്യരായ മന്ത്രിമാർ, സംസ്ഥാന നമ്മളെ CPM നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പണം കൊടുത്തത്, അതിൻ്റെ സംഭാവന സ്വീകരിച്ചത് പോറ്റിയാണ്, അല്ലെങ്കിൽ പോറ്റിയുടെ പണവും അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം. ഇതിനകത്ത് ഈ സ്ഥലം വാങ്ങിച്ചതിൽ പത്മകുമാറിനും അല്ലെങ്കിൽ പോറ്റിക്കും ഉള്ളൊരു ബന്ധം. ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ഫെഡറേഷൻ്റെ ഈ കെട്ടിടം CPM കടകംപള്ളി അടക്കമുള്ള ആളുകൾ ഈ ബിൽഡിങ്ങിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഒരു വലിയൊരു ആസ്ഥാനമെന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ളൊരു സാധനം പണിതപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിലവിലെ ഈ പറയുന്ന CPM അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്കോ സാധിക്കുമോ? അന്വേഷിക്കണം, SIT അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം നിരന്തരമായി നമ്മളിപ്പോൾ കോടതിക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത് SIT അന്വേഷിക്കണം. ഈ ജയകുമാർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ പ്രസിഡന്റിനെ, അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തെ ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല ഇതിനകത്ത് ഇനി. കാരണം ഒന്ന്, പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ശ്രീ ജി ബിനുവിനെയാണ് വെച്ചിരിക്കുന്നത്. പേഴ്സണൽ സെക്രട്ടറി ജി ബിനു, ഇദ്ദേഹത്തിൻ്റെ ഭാവി ഇതിൻ്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. സുധീഷ് ഗോപാൽ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. സുധീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻ ഹരി എന്ന BJPയുടെ നേതാവ് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ദേവസ്വം ബോർഡിലെ ഇടത് സംഘടനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന് സമീപം വാങ്ങിയ ഭൂമി, കോടികൾ മുടക്കി ഭൂമി വാങ്ങി അവിടെ കെട്ടിടം പണിഞ്ഞിരിക്കുന്നു. അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്ത് എന്ന് കണ്ടെത്തണം. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ആരൊക്കെ തന്നു? ആ കാര്യങ്ങളെ സംബന്ധിച്ച് SIT കൃത്യമായി അന്വേഷിക്കണം. അവിടുത്തെ സാന്നിധ്യങ്ങൾ ആരുടേതൊക്കെ ആയിരുന്നു? ഇതിന്റെ ആദ്യ ഫണ്ട് പിരിവിൽ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ അതിൽ പങ്കെടുത്തതായി പുറത്തു വന്നിട്ടുണ്ട് എന്നതടക്കമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഇതിന്റെ ഭൂമി വാങ്ങിയത് തന്നെ പത്മകുമാറിന്റെ അടുത്ത ഒരു ബന്ധുവിൽ നിന്നാണെന്നും പറയുന്നു. അത്തരത്തിലുള്ള ഇടപാടുകളിലെ സാമ്പത്തിക സ്രോതസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുക, അതിൽ സംബന്ധിച്ച് കൃത്യമായ വെളിപ്പെടുത്തൽ ഉണ്ടാകുക എന്നതാണ് പറയുന്നത്. ഇതിൽ ഒരു പാർട്ടി ആസ്ഥാനമാക്കി മാറ്റുമ്പോൾ അതിന് പൂർണ്ണമായും ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കൊള്ളപ്പണം അതിന് വിനിയോഗിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അവരുടെ മുൻകാല പ്രവർത്തന രീതികളും ഒന്നും തന്നെ കൃത്യമായിരുന്നില്ല. നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് ബിനു അടക്കമുള്ളവർ അത്തരത്തിൽ ആരോപണ വിധേയരാണ്. 28 പേർ ഇത്തരത്തിൽ ആരോപണ വിധേയരായവർ പേഴ്സണൽ സ്റ്റാഫായി വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും ജയകുമാറിനെ മുൻനിർത്തിക്കൊണ്ട് നിയന്ത്രണം പാർട്ടി തന്നെ നടത്തുന്നു എന്നതിന്റെ സൂചനയാണ്. പ്രശാന്തിന്റെ ഒപ്പം പ്രവർത്തിച്ച പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നവർ, ഇല്ലെങ്കിൽ ആരോപണ വിധേയരല്ലാത്തവരെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരണം എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ ഓഫീസ് കെട്ടിടം, ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട് അതിന്റെ സാമ്പത്തിക സ്രോതസ്സും കൃത്യമായി കണ്ടെത്തുക എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ദേവിക.